കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്കൊരുമിച്ച് ഈ രാവിലെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും സർവശക്തനായ കർത്താവ് ഒരുക്കിയ അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഒരു അനുഗ്രഹീതമായ ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകി, ഒരു അനുഗ്രഹീതമായ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെയും നമുക്ക് വീണ്ടും ഒരുമിച്ച് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ സമയങ്ങളെ അതിജീവിച്ച്, തിരക്കുകളെ അതിജീവിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ വരാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് നമ്മളെ വളർത്തുന്ന വളർച്ചകളാണ്. നമ്മൾ ആത്മാവിൽ വളരുന്ന വളർച്ചകൾ നമ്മുടെ അകത്ത് ബോധ്യമുള്ളത് കൊണ്ടും അതിനായിട്ടൊരു വിശപ്പ് നമ്മുടെ അകത്തുള്ളത് കൊണ്ടുമാണ് നമ്മൾ രാവിലെ പ്രാർത്ഥിപ്പാനായിട്ട് വരാൻ കാരണം. ഞാനിവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ദൈവദാസിമാരാരോ ഒരാൾ ആവർത്തിച്ചോ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വാചകത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ രാവിലത്തെ നമ്മുടെ പ്രാർത്ഥനയിലെ വചസ്സുകൾ നമുക്ക് തുടങ്ങാം. ഇന്നലെ രാവിലെ ഉള്ള ആരാധനയിൽ ഞാൻ ഈ ഭാഗം ഒന്ന് സൂചിപ്പിച്ചു വിട്ടിരുന്നു. ആരെങ്കിലും ഒരാൾ ഈ ഭാഗം ഒന്ന് വായിച്ചാൽ നന്നായിരുന്നു. ഈ വാക്യം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് മതി അവിടെ നിൽക്കട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിന് ഒരു പശ്ചാത്തല കാര്യം ഉള്ളത് കിടക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലാണ്. പൗലോസ് പിടിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. 2 വർഷമായിട്ട് കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിക്കുന്നില്ല. പൗലോസിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ പൗലോസ് അകപ്പെട്ട ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് ഒരു രാത്രി താൻ അകപ്പെട്ടപ്പോൾ അതിനകത്ത് കിടന്ന് താൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തപ്പോൾ ഒരു ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുക്കി ദൈവം പൗലോസിനെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോൾ 2 വർഷമായിട്ടും റോമൻ കാരാഗ്രഹത്തിനകത്ത് നിന്ന് പൗലോസിന് ഒരു വിടുതലുണ്ടാകുന്നില്ല. ആ അവസ്ഥ കണ്ടുകൊണ്ട് ദൈവമക്കൾ അല്ലെങ്കിൽ എഫെസോസിലുള്ള വിശുദ്ധന്മാർ അവർ ദൈവസന്നിധിയിൽ അധൈര്യപ്പെട്ടു പോയി. അങ്ങനെ തന്നെയാണ് വാക്യം കിടക്കുന്നത്. ഞാനത് കാണിച്ചില്ലല്ലേ? കണ്ടോ, 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾ നിമിത്തം നിങ്ങളുടെ മഹത്വമാകിയാൽ അത് നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ പൗലോസ് അകപ്പെട്ട് കിടക്കുന്ന കാരാഗ്രഹ നിമിത്തം, ഇവർ പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാത്തത് നിമിത്തം, പ്രാർത്ഥനകളുടെ മറുപടി ഇല്ലാത്ത നിമിത്തം അധൈര്യപ്പെട്ടു പോകുന്ന സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇന്ന് രാവിലെ നമ്മൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു മറുപടി ഇല്ലാതാകുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ മനോഭീതിക്കകത്തേക്ക് പോകരുത്. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവരോടും ഞാൻ വീണ്ടും ദൈവസ്നേഹത്തിൽ ആഴത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഒരു വേള പ്രവർത്തിക്കാതെ പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് തളർന്നു പോകുക, അധൈര്യപ്പെട്ടു പോകുക, ക്ഷീണിച്ചു പോകുക. അപ്പോൾ ആ സമയത്ത് പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ, നിങ്ങൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തംപരമായി പ്രവർത്തിക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിലും തളർന്നു പോകരുത്. ആ ദൈവം തൻ്റെ മഹത്വം നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിലും തളരരുത്. ഈ വേളയിൽ കൂടെ, ഈ അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളെ പണിയുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ ഉറപ്പിക്കുന്നൊരു ദൈവമുണ്ട്. കണ്ടോ? അപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നവരെയാണ് ദൈവാത്മാവ് എന്ത് ചെയ്യുന്നത്? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് പ്രാർത്ഥിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ നിമിത്തം അധൈര്യപ്പെടുന്നവരുണ്ടെങ്കിൽ, ക്ഷീണിക്കുന്നവരുണ്ടെങ്കിൽ, തളരുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ
നമ്മുടെ അകത്ത് ദൈവാത്മാവ് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തന്നാൽ നമ്മൾ ഒന്നിലും തളരാതെ അതിനെ അതിജീവിക്കാൻ തുടങ്ങും. നമുക്ക് ആ വാക്കൊന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാലോ? ഒറ്റ വാക്ക് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാലോ? 1 മിനിറ്റ് നമുക്ക് എല്ലാമായി കൺമുട്ടി പ്രാർത്ഥിക്കും. ആ വാക്യം തന്നെ പറഞ്ഞ്, കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ജയിപ്പാൻ ഞങ്ങളുടെ മേൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമേ. ശാഭാരാബന ശസ്കനാദിരാധന അങ്ങനെ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് തുറക്കും. നിങ്ങളെ ജയാളികളാക്കുന്ന ആത്മതലം അവൻ തുറക്കും. നിങ്ങളെ ജയാളികളാക്കുന്ന ആത്മതലം അവൻ തുറക്കും. ഷാപ റിഭാന ജഗത്തുരാധന പ്രൗഷസ്കനാദി ഇനി നമുക്ക് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കേണ്ട 1-2 പ്രാർത്ഥനകളിലേക്ക് നമ്മൾ ഇന്ന് രാവിലെ പ്രവേശിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നമ്മളൊന്നുകൂടെ ആവർത്തിച്ച് അത് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം, പൗലോസ് ഇവിടെ ഈ അധ്യായം ആരംഭിക്കുമ്പോൾ പറഞ്ഞൊരു വാക്യമാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിച്ച് ഈ വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പൊ നിങ്ങൾ എന്തിനു കണ്ടോ, നമ്മെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ പിതാവാം ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഈ 2 കാര്യം നിങ്ങളുടെ അകത്തിരിക്കണം. ഇത് സംഭവിച്ചതാണ്. ഇന്നലത്തെ പകലത്തെ മെസ്സേജ് കേട്ടവർക്കറിയാം. ദൈവവചനത്തിനകത്ത് വാഗ്ദത്തങ്ങളുണ്ട്, ട്രൂത്തുകളുണ്ട്, ഫാക്റ്റുകളുണ്ട്. ഇത് ഒരു വാഗ്ദത്തമല്ല. നമ്മളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിട്ട് അനുഗ്രഹിച്ചതാണെങ്കിലാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ ഇത് വാഗ്ദത്തമല്ല, ഇത് ഫാക്റ്റ് അല്ല. പിന്നെ എന്താണിത്? ഇതൊരു ട്രൂത്താണ്. നിങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹമാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന വാക്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. ഈ വാക്യം ശ്രദ്ധിക്കണേ. 2:5 അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്ക്, ക്രിസ്തുയേശുവിൽ നമ്മളെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്
കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ശ്രദ്ധിക്കണം, 3 കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞതാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിലും ഉയർപ്പിനോടുള്ള ബന്ധത്തിലും നടന്ന കാര്യങ്ങൾ. 1, നിങ്ങളെ ജീവിപ്പിച്ചു. ഇത് വാക്തത്വം അല്ല, ഇത് യാഥാർത്ഥ്യമാണ്, നടന്ന യാഥാർത്ഥ്യമാണ്. 2, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വാക്യം 7, ഇത് വാക്തത്വമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇത് വാക്തത്വമല്ല, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണിത്. അപ്പൊ യാഥാർത്ഥ്യത്തിന്റെ പ്രത്യേകത എന്താണ്? വാക്തത്വത്തിന്റെ പ്രത്യേകത, നിങ്ങൾ അതിനു വേണ്ടി വില കൊടുക്കണം. വാക്തത്വങ്ങൾ നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. വാക്തത്വങ്ങൾക്ക് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാം. വാക്തത്വങ്ങൾ നിവർത്തിക്കുവാൻ ജഡത്തിൽ ആശ്രയിക്കരുത്. വാക്തത്വങ്ങൾ ദൈവസമയത്ത് നിറവേറും. വാക്തത്വങ്ങൾ അത് ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ 3 കാര്യങ്ങൾ വാക്തത്വങ്ങൾ അല്ല. നിങ്ങളെ ജീവിപ്പിച്ചു, നിങ്ങളെ അവനോടുകൂടെ ഉയർപ്പിച്ചു, നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് 3 നമ്മുടെ അകത്ത് ദൈവാത്മാവ് തുറക്കുന്നത്, ഇത് 3 സംഭവിച്ച കാര്യങ്ങളാണ്. ഈ സംഭവിച്ച കാര്യങ്ങൾ തുറന്നു കിട്ടിയാൽ, വെളിപ്പാടായി കിട്ടിയാൽ, പിന്നെ നിങ്ങൾ ജീവിക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തിയിലായിരിക്കും. പിന്നെ നിങ്ങൾ ജീവിക്കുന്നത് ജീവന്റെ തലത്തിലായിരിക്കും. നിങ്ങൾ ജീവിക്കുന്നത് അവന്റെ നിറവുകളിലായിരിക്കും. അതുകൊണ്ട് നടന്നു കഴിഞ്ഞ ഈ 3 കാര്യം ഇപ്പോൾ ഫാക്റ്റാണ്. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് ഇത് എടുത്തുപയോഗിക്കാം. വിശ്വസിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇത് നടന്നതാണെന്ന്? കർത്താവേ, ഈ നടന്ന കാര്യം കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാലോ നമുക്ക്? ഈ നടന്ന കാര്യം ഇതല്ലേ 1-ന്റെ 15 പറഞ്ഞു, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത് കിട്ടുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? അത് കിട്ടുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹം നിങ്ങൾ കാണും. 2, നമ്മൾ ആരായിരുന്നു? നമ്മൾ പാപികളായിരുന്നു. പാപികളായി നമ്മെ അവനോടുകൂടെ ജീവിപ്പിച്ചു, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറാൻ പോവുകയാണ്. ഈ കാര്യം കണ്ടാൽ നമ്മുടെ ജീവിത രീതി മാറാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതിനു മുമ്പ് ഇത് 3 നമ്മുടെ അകത്തൊന്ന് പതിയാനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ഈ ഒറ്റ വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ അവനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച് ഇന്ന് രാവിലെ അത് തുറക്കുമോ നോക്കണ്ടേ? നമുക്ക് ആ തലത്തിലേക്ക് പ്രവേശിക്കണ്ടേ? അത് തുറക്കാൻ പ്രാർത്ഥിച്ചു കേട്ടോ. അതങ്ങനെ തുറന്നു വരും കേട്ടോ. ലബന്തിരീബിനി പ്രൗഷസ്കനാദിരാധനം
പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ആ ജീവനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ശബന്ധുര ധരപ്രൗഷപന ഹത്തൽ ഘടകദന വേഷസ്കനാദിനാദന ലിബന്ധുരാദന പ്രൗഢമന ഘടകദന വേദപ്രൗഷപന ഹത്തുരാദനാരക പ്രൗഢമന ഘടകദനം ശഖാദനാദിന പ്രൗഢമന ഘടകദന വൈഷസ്കനാദിനാദനം ലിഗന്ധുരാദന പൗഷസ്കനാദിന പ്രൗഢമന ഘടകദനം ലിഗന്ധുരാ ജഗക്ഷസ്കനാദിന പ്രൗഢമന ഹത്തുരാദനാരകശസ് ശീബല രബപ്രൗഷമന ഹംദൽ ഘടകദനം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കണ്ടോ? അപ്പോൾ വെളിപ്പാടിനാൽ ദൈവം പൗലോസിന് ഒരു മിസ്റ്ററി, ഒരു മർമ്മം, ഒരു രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. അത് വായിച്ചാൽ ക്രിസ്തുവിനെക്കുറിച്ച് സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. അപ്പം ഇത് വായിച്ചാൽ അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഈ എഴുതിയ ലേഖനം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായാലോ, നിങ്ങൾക്കത് ഗ്രഹിക്കാം. എന്നിട്ടോ ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. പണ്ട് കാലത്ത് വെളിപ്പെട്ട് കിട്ടാത്ത ഒരു മർമ്മം ഇപ്പോൾ ദൈവം തൻ്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പണ്ട് ദൈവം ഇത് ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഇത് പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം ആത്മാവിനാൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ മിസ്റ്ററി വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതെന്താണ്? അത് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണമെന്നുള്ളത് തന്നെ. കണ്ടോ? നിങ്ങൾ വായിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ മർമ്മങ്ങൾ തുറന്നു കിട്ടുന്നവരാണ്, മിസ്റ്ററികൾ തുറന്നു കിട്ടുന്നവരാണ്. എനിക്ക് ലഭ്യമായ മർമ്മങ്ങൾ, എനിക്ക് വെളിപ്പെട്ടു വന്ന മർമ്മങ്ങൾ ഞാൻ വായിച്ച ലേഖനങ്ങൾ, എഴുതിയ ലേഖനം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾ വായിച്ചാൽ എനിക്ക് വെളിപ്പെട്ട മർമ്മം ഗ്രഹിക്കാം. പക്ഷെ നിങ്ങൾക്കിത് വെളിപ്പെട്ട് കിട്ടാനോ? നിങ്ങൾക്കിത് വെളിപ്പെട്ട് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മർമ്മം ദൈവാത്മാവ് തുറക്കാൻ തുടങ്ങും. ആ മർമ്മം എന്താണ്? നിങ്ങൾ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയേക്ക് വരാം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? നിങ്ങൾ അവനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടു, നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു, നിങ്ങൾ അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നാം ജീവിക്കേണ്ടത്
പുനരുത്ഥാനത്തിന്റെ ശക്തിയിലല്ലേ? അത് റോമാലേഖനം 6:5 പൗലോസ് പറഞ്ഞേ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നമ്മെ ഏകീഭവിച്ചവരായെങ്കിൽ റിസറക്ഷൻ പവറിന്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ഇന്ന് പോകുന്ന ജോലി സ്ഥലത്ത്, ഇന്നായിരിക്കുന്ന വീട്ടിനകത്ത് അല്ല, നിങ്ങളുടെ ശരീരത്തിനകത്ത്, നിങ്ങളുടെ തലമുറകളുടെ മേല് ഈ റിസറക്ഷൻ പവർ തുറക്കുവോ? തുറക്കും. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി തുറക്കുവോ? തുറക്കും. എന്താ പുനരുത്ഥാനം? മരിച്ചതിനെ ജീവിപ്പിച്ച വലിയ പുനരുത്ഥാനം, മരണമാശകളെ പൊട്ടിച്ച വലിയ പുനരുത്ഥാനം, നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയെ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവന്നത് വലിയ പുനരുത്ഥാനം. അപ്പൊ ഈ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തിൽ നിങ്ങൾ അവന്റെ ആത്മാവിനാൽ ജീവനാൽ ജീവിക്കുമോ? അപ്പൊ ഇത് വെളിപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മുഴുവൻ മറുപടിയായില്ലേ? ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി തുറന്നാൽ അതിലെ പൗലോസ് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന മോനെ ഡയാന ഈ വാക്യോട് വായിച്ച്, 2 വാക്യോട് വായിക്കാം നമുക്ക്. ഈ വാക്യോട് വായിച്ച്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അകത്ത് വിശ്വസിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിച്ചു. പാപികളായി നമ്മളെ വീണ്ടെടുത്തു. നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിച്ചു. രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. നമ്മുടെ ആത്മാവിൽ മുദ്ര വെച്ചു. നമുക്ക് ആത്മാവിനെ ദാനമായി നൽകി. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിന്റെ വിളിയെക്കുറിച്ചുള്ള ആശ തിരിച്ചറിയണം. നിങ്ങളുടെ അകത്ത് ഇത് തന്നിരിക്കുന്നത് നിങ്ങളുടെ അകത്ത് ജ്ഞാനത്തിന്റെ വെളിപ്പാടിനെ ആത്മാവിനാൽ ഗ്രഹിക്കണം. ഇത് ഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്തൊരു ശക്തി തുറക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ പണ്ടത്തെ ബസ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുമ്പിൽ പോയി ഡ്രൈവർ മുമ്പിൽ ഇറങ്ങി നിന്ന് ഒരു പെഡൽ വെച്ച് ഇങ്ങനെ അടിച്ച് സ്റ്റാർട്ട് ചെയ്യണം ബസ്. ഇപ്പം ഇത് സ്വിച്ച് ഇട്ടാൽ മതി. പണ്ട കാലത്ത് മണ്ണെണ്ണ എഞ്ചിൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ കയറ് കെട്ടി അതിങ്ങനെ ഞാൻ കണ്ടമാനം അടിച്ചിട്ടുണ്ട്. അതിങ്ങനെ വലിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, പണ്ടത്തെ ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വചനം ഇങ്ങനെ തന്ന് ഇതിനകത്ത് ചിലരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ ചിലരെങ്ങനെയല്ല, ചിലർ പെട്ടെന്ന് സ്റ്റാർട്ടാകും. അത് സെൽഫ് കണ്ടുപിടിച്ചതിന്റെ മെച്ചമാണ്. അവര് ഇപ്പം എന്താ പറയുക, ആക്റ്റീവ് ആകുന്നത്, അവരകത്ത് തുറക്കുന്നത് കയറ് കെട്ടി വലിച്ചിട്ടല്ല, ഓൾറെഡി അവരകത്ത് ഓപ്പണായി. അപ്പോൾ ഈ ശക്തി തുറന്നാളുള്ള മെച്ചം എന്താ? ഈ ശക്തി എങ്ങനെയാ? ഇത് ക്രിസ്തുവിൽ വ്യാപരിച്ചു. അവനെ മരിച്ചവനിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്ത് ചെയ്തു? അവനെ സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളവനും വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. അപ്പൊ ഈ ശക്തിയാണ് ആ ശക്തി. അവലെ 2:4 പറയുന്നത്, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, നിങ്ങളെ അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അകത്ത് വിശ്വസിക്കുന്നവർ ഈ ശക്തി വ്യാപരിക്കൂ. വിശ്വസിക്കുന്നവർ ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇനി വാക്കി ചിന്തിച്ചേ, എന്നാൽ നാം ചോദിക്കുന്നതിലും, കണ്ടോ, നിങ്ങളിപ്പോൾ ചോദിക്കുന്നതിലും എന്താ നനയ്ക്കുന്നത്? ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നനയ്ക്കുന്നു. ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ഈ ശക്തി പ്രവർത്തിക്കും. ഈ ശക്തിയുടെ പേരെന്താ? റിസറക്ഷൻ പവറാണ്. റിസറക്ഷൻ പവറാണ്. മാർത്ത പറഞ്ഞു, യേശുവേ കല്ലറ തുറക്കണ, നാറ്റം വെച്ചു, തുറക്കണ്ട, അവന്റെ കഥ കഴിഞ്ഞു, ഇനി അവൻ ജീവിക്കുകയില്ല. നീ 4 നാൾ മുമ്പ് വന്നിരുന്നെങ്കിൽ, അവൻ മരിക്കുന്നേക്കാൾ മുമ്പ് വന്നിരുന്നെങ്കിൽ ജീവിപ്പിക്കാമായിരുന്നു. അവരുടെ കുടുംബ വിഷയത്തെ കൈവിട്ടു. കാരണം ചരിത്രത്തിൽ ഈ വിഷയത്തെ, ഇങ്ങനൊരു വിഷയത്തെ ലോകത്തിൽ ഒരാൾ കൈകാര്യം ചെയ്ത ചരിത്രമില്ല. അപ്പൊ അതുകൊണ്ട് ലോകത്തിൽ ആരും ഇങ്ങനൊരു വിഷയം കൈകാര്യം ചെയ്തിട്ടില്ലാത്തതിനാൽ കൈവിട്ട വിഷയം, തള്ളിക്കളഞ്ഞ വിഷയം, ഉപേക്ഷിച്ച വിഷയം. ഇന്ന് രാവിലെ ദൈവാത്മാവ് ഇതിനകത്ത് ചിലരോട് വ്യക്തിപരമായ ആഴത്തിൽ ഇടപെടുന്നുണ്ട് കേട്ടോ. കൈവിട്ട വിഷയം, തള്ളിക്കളഞ്ഞ വിഷയം, നിന്റെ വിഷയം പോലെ മറ്റൊരു വിഷയം, ഈ വിഷയം ലോകത്തിൽ ആർക്കുമില്ല നീ പറയുമ്പോൾ തുറക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണെങ്കിൽ ആരും തൊട്ടിട്ടില്ലാത്ത വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം തുറന്നു വരും കേട്ടോ. അപ്പൊ വചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ തുറക്കുമോ?
തുറന്നിരിക്കും. പ്രാർത്ഥിച്ചോ, ആ വെളിപ്പാട് പ്രാർത്ഥിച്ചോ. ആ വെളിപ്പാടിൽ മൈക്കെല്ലാം അൺമ്യൂട്ട് ചെയ്ത് അടുത്ത നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചോ. അങ്ങനെ ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി, അങ്ങനെ ഒരു റിസറക്ഷൻ പവർ ഇപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ അകത്ത് ദൈവം തുറക്കും. പ്രാർത്ഥിച്ചോ, അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോ. മൈക്കിലെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. തുറക്കും കേട്ടോ. പുനരുത്ഥാനത്തിന്റെ ശക്തി തുറക്കും. റിസറക്ഷൻ പവർ തുറക്കും. കൈവിട്ട വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. റിബാന ജഗത്തനാദിന പ്രൗഷസ്കനാദിന. ഞാൻ പദം വീണ്ടും പറയുന്നു. കൈവിട്ട വിഷയങ്ങൾ, തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ, ആശ നഷ്ടപ്പെട്ട വിഷയങ്ങൾ, പ്രൗഢപനഘടകഥന. നിന്റെ വിഷയം ദൈവം കൈവിട്ട വിഷയം അല്ലല്ലോ. ഓ, അപ്പൊ പിന്നെ നിന്റെ വിഷയത്തിൽ ഉറപ്പല്ലേ, ഗ്യാരണ്ടി അല്ലേ ദൈവം പ്രവർത്തിക്കുമെന്ന്. ലഗതുരാധന പ്രൗഢപനഘടകഥന വൈശ്യപ്രൗഢപനഘടകഥന. അങ്ങനെ ഇന്ന് രാവിലെ ദൈവാത്മാവേ അതാത് കുടുംബങ്ങളുടെ വിഷയത്തിന്മേൽ അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം ഇന്ന് രാവിലെ അങ്ങ് തുറക്കണമേ, തുറക്കണമേ അപ്പാ. ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഹെവനിൽ ഇരുത്തിയിരിക്കുന്നു. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി, ഈ റിസറക്ഷൻ പവർ, ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നവരിൽ ശക്തിയോടെ വെളിപ്പെട്ട് വരാൻ പറ്റും. നിങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് തുറക്കുമ്പോൾ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് അവനോട് കൂടെയാണ്. ഇതെല്ലാം ട്രൂത്തുകളാണ്, ഫാക്റ്റുകളാണ് കേട്ടോ. ഇത് നിങ്ങളുടെ അകത്ത് തുറക്കുന്തോറും ഈ റിസറക്ഷൻ പവർ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി പ്രവർത്തിക്കാൻ പറ്റും. ഏത് വിഷയത്തിലും ഇടപെടും. നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച പോന്നെ, അവൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ രാത്രി കിടക്കുന്ന നേരത്തെ അവൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഞാൻ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു.
നിങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെ മേലെ ഈ റിസറക്ഷൻ പവർ വ്യാപരിക്കും. തലമുറകളുടെ പഠനം, അവരുടെ ഭാവി, അവർക്ക് വേണ്ടിയ വഴികൾ, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള പ്രയാസങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക നിലകൾ, നിങ്ങളുടെ ജോലിപരമായ കാര്യങ്ങൾ, നിങ്ങളുടെ ഏതൊക്കെ വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, അവിടെ എല്ലാം ഈ റിസറക്ഷൻ പവർ തുറക്കാൻ പറ്റും. നിങ്ങൾ ആ പവറിൽ ജീവിക്കും, നിങ്ങൾ ആ ശക്തിയിൽ ജീവിക്കും. നിങ്ങൾ കൈവയ്ക്കുന്നിടത്ത് മുഴുവൻ ആ ശക്തി തുറന്നു വരും. നിങ്ങൾ പറയുന്ന വാക്കുകളിലൂടെ അത് ഒഴുക്കും. എന്തിനാ? നിങ്ങളുടെ നിഴ തട്ടുമ്പോൾ പോലും അതിനകത്ത് ഇത് വ്യാപരിക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുനരുത്ഥാന ശക്തി, റിസറക്ഷൻ പവർ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങളിൽ ശക്തിയോടെ വ്യാപരിക്കാൻ തുടങ്ങും. ഈ ശക്തി നിങ്ങൾ ഇതിൻ്റെ അമിത ബലത്തിൽ, നിങ്ങൾ കർത്താവിൻ്റെ അമിത ബലത്തിൽ നിങ്ങൾ ശക്തിയോടെ ബലപ്പെടാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു ഹയർ റേഞ്ച് കൂടെ വെളിപ്പെടും. അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2-3 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഈ വാക്യം കൂടെ ഒന്ന് വായിച്ച് ഡയാനുണ്ടോ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നു. അടുത്ത വാക്കുകൂടെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുന്നു. അടുത്ത വാക്യം കൂടെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. മതി, അവിടെ നിൽക്കട്ടെ. ആദ്യം പറഞ്ഞു, ഈ ശക്തി നിങ്ങളുടെ അകത്ത് തുറന്നാൽ നിങ്ങൾ ചോദിക്കുന്ന വിഷയങ്ങളിൽ മുഴുവൻ ദൈവത്തിന്റെ കരം തുറന്നു വരാൻ തുടങ്ങും. അടുത്ത സ്റ്റേജിൽ പൗലോസ് ഈ ലേഖനത്തിന്റെ സമാപനത്തിൽ പറയുകയാണ്, നമുക്ക് പോരാട്ടമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, അത് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമാണ്. അത് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുന്ന ഒരു തലമുണ്ട്. എവിടെയും ഇത് പ്രവർത്തിക്കും. നിങ്ങളെ വെളിപ്പാടിലേക്ക് ഇറങ്ങി വരണം. രണ്ടാമത്, നിങ്ങളോട് പോരാടുന്ന ഒരു പൈശാചിക തലമുണ്ട്. നിങ്ങളോട് പോരാടുന്ന തലമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരോട് പോരാടുന്നുണ്ട്. നമ്മുടെ ദേശത്തിന് മേൽ അതിന്റെ വ്യാപാര ശക്തിയുണ്ട്. ഈ ദേശം മുഴുവൻ മായയ്ക്ക് കീഴ്പ്പെട്ട് കിടക്കുകയാണ്. അപ്പോ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയോട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ചിലര് രാത്രിയിൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. അത് പൊട്ട സ്വപ്നം എന്ന് അവർ പറയാറുണ്ട്. ഞാൻ അവനെ പൊട്ട സ്വപ്നം എന്ന് പറയില്ല. പാമ്പ് കടിക്കാൻ വരുന്നു, മൃഗങ്ങൾ ഇടിക്കാൻ വരുന്നു, അവരെ കുത്തിക്കൊല്ലുന്നു, ഒരു വാഹനം ഇടിക്കുന്നു, ഒരു വീട് പൊളിഞ്ഞു പോകുന്നു. ഇങ്ങനെ നിങ്ങൾ പൊട്ട എന്ന് പറയുന്ന സ്വപ്നങ്ങൾ, നിങ്ങൾ തീയതെന്ന് പറയുന്ന സ്വപ്നങ്ങൾ കാണുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് പൊട്ട സ്വപ്നമല്ല. ഡീമോണിക് റിലത്തിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് പിശാച് വിതയ്ക്കാൻ പോകുന്ന ഒരു മേഖലയെ ദൈവാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണ്. നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയാൽ നിങ്ങൾ അവനെ ക്യാൻസൽ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ അത് വെളിപ്പെടില്ല. അത് ക്യാൻസലായി പോകും. അത് വെളിപ്പെട്ട് വരാൻ ലീഗലി ഏതെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം. പിശാചിന് ഒരു കാരണം കൂടാതെ വാദിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പിശാച് കയറി നിരങ്ങാൻ, ഞാൻ എൻ്റെ ഭാഷ പറയാണ്, നിരങ്ങാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ആ പിശാചിന്റെ ലീഗൽ വശത്തെ ക്രിസ്തുവിന്റെ രക്തത്താൽ ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ മേൽ തുറക്കുന്ന ശക്തിയാൽ പിശാചു വെച്ച ചതിയെ അവൻ ഇന്ന് രാവിലെ അവൻ അതിനെ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചതിനാലാണ് നിങ്ങളെ അവൻ അത് കാണിച്ചു തന്നത്. ആരെങ്കിലും അങ്ങനെ, ഞാൻ ഈ ദിവസം കണ്ടമാനം പേര് ഇങ്ങനെ സ്വപ്നങ്ങൾ, അനർത്ഥങ്ങളുടെ സ്വപ്നങ്ങൾ, പ്രശ്നങ്ങളുടെ സ്വപ്നങ്ങൾ കണ്ട പല ആളുകളുമായി ഞാൻ സംസാരിച്ചു. ഇന്ന് രാവിലെ നമ്മുടെ മേൽ തുറന്നിരിക്കുന്ന ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഡീമോണിക് റിലമൊരുക്കുന്ന സകല ചതികളിൽ നിന്നും ഈ ശക്തി നമ്മൾ പുറത്തു കൊടുക്കും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കും, നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ മനുഷ്യരാണ്, എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടായിരിക്കാം. ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾ ബ്ലഡ് കവനന്റിന്റെ ഭാഗമാണ്. ഒരു വാക്ക് അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ കണ്ടതിനെ ശാസിക്കാൻ ദൈവം നിങ്ങളുടെ മേൽ അധികാരം തന്നിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ കുടുംബത്തിന് മേൽ അങ്ങനെ ഒരു തലം തുറന്നു വരാതിരിപ്പാൻ
നിങ്ങൾക്ക് ദിവസം ഇന്ന് രാവിലെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ രക്തത്തിന്റെ മറുവിലകളാണ് ഞങ്ങൾ എന്ന വെളിപ്പാടിൽ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവനാണ്. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. എന്റെ നീതികരണം നടന്നതാണ്. എന്റെ റിഡംഷൻ നടന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് റെസ്റ്റോറേഷൻ ആണ്. അധികാരത്തിന് കർത്താവേ ശക്കരിതന വൈഡരാധന ശന്തരാദിനാഥന പ്രൗഢമനഘടകധന ശസ്കനാദിനാഥന നെഗറ്റീവായിട്ടുള്ള വാക്കുകളെയും സകലത്തെയും ലക്കധന ജനതുരാധന പ്രൗഷമനഘടകധനം മരണ ഭയങ്ങള് ശബാരഭാരക പ്രൗഷമനഘടകധന ധാവര ശസ്കനാദിനാഥന ഭയങ്ങൾ എന്റെ കർത്താവേ, ഓ മരണത്തിന്റെ വാക്കുകളെ എല്ലാം യേശുവിന്റെ അകത്തുള്ള പ്രൗഷസ്കനാദിനാഥന പ്രൗഢമനഘടകധനാരകശ സ്കന്ദ പ്രൗഢമനഘടകധനം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ കുടുംബങ്ങളും ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന 51 ഒരു ഡിവൈസ് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ 52 കുടുംബങ്ങൾ, ഇതിനകത്ത് വരാത്ത കുടുംബങ്ങളുണ്ട് കേട്ടോ. കുറേ പേര് ഇന്ന് രാവിലെ വരാത്തവരുണ്ട്, മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഒക്കെ സമയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഈ കുടുംബങ്ങൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ദിവസം യൂട്യൂബിൽ ഇത് ഇട്ടില്ലെങ്കിൽ ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. ഒരു 10-100 പേരോളം യൂട്യൂബിൽ അങ്ങനെ ദിവസവും കാണുന്നവരുണ്ട്. നമുക്ക് ഈ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരിത് കേൾക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളെല്ലാം ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തുറക്കാൻ പ്രാർത്ഥിക്കാം. ഇത് തുറന്നു കഴിഞ്ഞാൽ ആദാമ്യ പാപത്താൽ നിങ്ങളുടെ ശരീരങ്ങളിൽ വന്നിരിക്കുന്ന സകല പാപത്തിൻ്റെയും മരണത്തിൻ്റെയും വാഴ്ച പൊട്ടും. മരണം ക്യാൻസലാകും. നമ്മുടെ തലമുറകളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, സമ്പത്തിൻ്റെ മേൽ, നമ്മുടെ മേൽ എന്തൊക്കെയാണോ വന്നിരിക്കുന്നത് അതിനെ മുഴുവൻ പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ജീവനായി പുനരുത്ഥാനത്തിൻ്റെ ശക്തിയായി ഇവിടെയാണ് നമ്മുടെ ഇതിൻ്റെ വിടുതലുണ്ടാകുന്നത്. കേൾക്കുന്നുണ്ടോ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ വളർച്ചയുള്ള ബന്ധത്തിലാണ്. ഇനി ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മേഖല ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യം ഞാനീ പറയുന്നത്, കിടന്നുറങ്ങുന്നവരുടെ കാര്യമല്ല കേട്ടോ. അപ്പം ഈ മേഖല ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എവിടെയൊക്കെയാണ് ഈ മരണം നിങ്ങളുടെ കുടുംബത്തിൽ വാഴുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ ആരെയൊക്കെയാണ് വാഴുന്നത്, എന്തിനെയൊക്കെയാണ് വാഴുന്നത്, അവിടേക്ക് മൊത്തം ഇപ്പോൾ നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്താൽ ദൈവിക ജീവനും പുനരുത്ഥാനത്തിന്റെ ശക്തിയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കും. 1 മിനിറ്റ് നേരം ഈ 51 കുടുംബങ്ങൾ യൂട്യൂബിനകത്ത് കേൾക്കാൻ പോകുന്ന 100 കുടുംബങ്ങൾ, 150 കുടുംബം പിടിച്ചു, അല്ല എത്ര പേരാണോ കേൾക്കുന്നത് അവരിലെല്ലാം, അവരുടെ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ ഈ ജീവൻ തുറക്കാനായിട്ട് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, കറക്റ്റ് 1 മിനിറ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 1 മിനിറ്റ് ഇനി പ്രാർത്ഥിക്കുകയല്ല, കൽപ്പിക്കുകയാണ്. ജീവൻ തുറക്കുന്നത് കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഈ റിസറക്ഷൻ പവർ ഇപ്പോൾ കർത്താവ് ഞങ്ങളുടെ തലമുറകളുടെ മേൽ, അവരുടെ ബുദ്ധിമണ്ഡലത്തിന്റെ മേൽ, അവരുടെ പഠന മേഖലകളുടെ മേൽ, അവരുടെ ഭാവിയുടെ മേൽ, ശാപാരാധന, കുടുംബ ബന്ധങ്ങളുടെ മേൽ, കുടുംബത്തിനകത്ത് ദൈവവ്യവസ്ഥ വിട്ടുമടക്കുന്നവരുടെ മേൽ ശാപാലബന്ധനാദിനം പ്രഖ്യാപിക്കുന്ന രാവിലെ അത് ഷാദനാദിന. മരണത്തെ കാണുമ്പോൾ വഴങ്ങാനുള്ളവനല്ല വിശുദ്ധൻ. മരണത്തെ കാണുമ്പോൾ മുട്ടു വളയുന്നവനല്ല വിശുദ്ധൻ. അവൻ അവനെ നോക്കി കൽപ്പിക്കുന്നവനാണ്. മരണം വഴിമാറട്ടെ, മരണം വഴിമാറട്ടെ, മരണം വഴിമാറട്ടെ, മരണം ഉണ്ടാക്കുന്ന അപകടങ്ങൾ വഴിമാറട്ടെ, മരണം ഉണ്ടാക്കുന്ന മേഖലകൾ ഇന്ന് രാവിലെ പൊളിയട്ടെ.
ഈ കുടുംബങ്ങളുടെ മേലെല്ലാം ഇത് തുറന്നു വേണം. റിസറക്ഷൻ പവർ തുറക്കട്ടെ. പുനരുദ്ധാനത്തിന്റെ ശക്തി തുറക്കട്ടെ. കല്ലറയ്ക്കകത്ത് അവസാനിപ്പിക്കുമെന്ന് വാദിച്ച മരണനാശങ്ങളുടെ കയറുകൾ അടിയട്ടെ. അത് ഫൈനാൻഷ്യൽ മേഖലയിൽ എവിടെയൊക്കെയാണോ മരണം വാഴുന്നത് അത് മുഴുവൻ ഇന്ന് രാവിലെ ക്യാൻസൽ ആകട്ടെ. മാതാപിതാക്കളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, തലമുറകളുടെ മേൽ വാഴുന്നതെല്ലാം ഇന്ന് രാവിലെ ക്യാൻസൽ ആകട്ടെ. റിസറക്ഷൻ പവർ തുറകട്ടെ. റിസറക്ഷൻ പവർ വ്യാപരിക്കട്ടെ. ആ റിലം ഓപ്പൺ ആകട്ടെ. ഗ്ലോറി റിലം ഓപ്പൺ ആകട്ടെ. പലരും നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടികൾ തുറന്നു വരുന്നു. പ്രാർത്ഥിച്ച് മറുപടി ഇല്ലാതെ കുഴഞ്ഞുപോയ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരമിന്ന് രാവിലെ തുറന്നു വരുന്നു. സ്വർഗപിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്ന് അല്പനേരം പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ മേൽ അങ്ങ് തുറന്നിരിക്കുന്ന ആത്മതലത്തിനായി സ്തോത്രം. സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകൾക്കായി സ്തോത്രം. ഈ ആത്മീക ബ്ലെസ്സിങ്ങുകൾ ഞങ്ങളുടെ മേൽ അങ്ങ് തുറന്നിരിക്കുന്നത് ഞങ്ങളുടെ പാപക്കുഴിയിൽ വെച്ചാണല്ലോ തുടങ്ങാൻ ഞങ്ങളിൽ വെളിപ്പെടാൻ ആരംഭിച്ചത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞങ്ങളെ അങ്ങ് ഉയർപ്പിച്ചല്ലോ, അങ്ങ് ജീവിപ്പിച്ചല്ലോ, അങ്ങ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നല്ലോ. ഈ യാഥാർത്ഥ്യങ്ങൾ കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കുമ്പോൾ ഞങ്ങളിലൂടെ തുറക്കുന്നതാണല്ലോ അങ്ങയുടെ ജീവന്റെ തലം, അങ്ങയുടെ പുനരുദ്ധാനത്തിന്റെ ശക്തി, അങ്ങയുടെ ഗ്ലോറിയുടെ റിലം. ഇത് മൂന്നും ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഈ ഓരോ വ്യക്തികളുടെ മേൽ, ഓരോ കുടുംബങ്ങളുടെ മേൽ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കുടുംബങ്ങളുടെ മേൽ അത് റിസൾട്ടുകളായി തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവാത്മാവ് അങ്ങനെ ഇന്ന് രാവിലെ കൃത്യതയോടെ ഇടപെടുന്നുണ്ട് കേട്ടോ. നാളുകളായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ മറുപടികൾ കാണാതെ അടച്ചു വെച്ചതിനെ തുറക്കുന്നവന്റെ കരം ഇന്ന് രാവിലെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിനായിട്ട് ദൈവാത്മാവ് ഇന്ന് രാവിലെ ചിലരെ തൊടുകയാണ്. പരിശുദ്ധാത്മാവേ, അങ്ങനെ തൊട്ടതിനായി സ്തോത്രം. ഒരു തുടക്കത്തിനായി സ്തോത്രം. അങ്ങ് തുറക്കുന്ന വഴികൾക്കായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. മരണങ്ങൾ വഴിമാറട്ടെ. കുടുംബങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ വഴിമാറട്ടെ. കുടുംബങ്ങളിൽ മരണമുണ്ടാക്കിയ ദാരിദ്ര്യം, മരണമുണ്ടാക്കിയ അടവുകൾ, മരണമുണ്ടാക്കിയ വേദനകൾ, മരണമുണ്ടാക്കിയ പ്രതിസന്ധികൾ കുടുംബങ്ങളിൽ നിന്ന് വഴിമാറി ഒരു പുതിയ തുടക്കം അങ്ങ് തുടങ്ങുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം അങ്ങ് തുറക്കണം, സമ്പന്നത അങ്ങ് തുറക്കണം, ബ്ലെസ്സിങ് അങ്ങ് തുറക്കണം. ഇന്ന് രാവിലെ ഞങ്ങളുടെ മക്കൾ വ്യത്യസ്ത മേഖലകളിൽ ജോലികൾക്കായി പോകുമ്പോൾ അവരുടെ മേൽ കർത്താവിന്റെ കരം അനുകൂലമാക്കിയും റിസറക്ഷൻ പവർ തുറക്കുകയും ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തികളുടെ മേൽ ഒരു ഡിമോണിക് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ദൈവാത്മാവ് കാണിച്ചു കൊടുത്തുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളിൽ വ്യാപരിക്കുന്ന റിസറക്ഷൻ പവറാൽ, ശക്തിയാൽ പിശാച് വിതയ്ക്കാൻ പ്ലാൻ ചെയ്തവനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. കർത്താവ് അത് ക്യാൻസൽ ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥനകൾ യാചന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടാമേൻ കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും കൂടി ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ.